മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് വന്നല്ലോ. എന്താണ് ചിരിച്ചിട്ടിങ്ങ് പോകുന്നത്? ഞാൻ മജിസ്ട്രേറ്റ് അല്ലേ, എന്താ കുഴപ്പം? ഭാമേ, നീ എങ്ങനെയാ LLB ജയിച്ച് ഒരു വക്കീലായി എന്ന അത്ഭുതം ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. അപ്പോഴാ നീ മജിസ്ട്രേറ്റ് പരീക്ഷ ജയിക്കാൻ പോകുന്നത്. ഇന്ന് റിസൾട്ട് വരുമല്ലോ, അപ്പൊ നമുക്ക് കാണാം. കാണാനൊന്നുമില്ല. മജിസ്ട്രേറ്റ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്തും പരീക്ഷ എഴുതാൻ പോയ സമയത്തും ഞാൻ നിന്നോട് പറഞ്ഞതാ, ഭാമേ വെറുതെ സമയം കളയല്ലേ എന്ന്. നീ കേട്ടോ? ഇല്ല. എന്നെ തോൽപ്പിക്കാനായി പോയി പരീക്ഷ എഴുതി. അതുകൊണ്ട് ഒരു കാര്യമില്ല. അത് നമുക്ക് കാണാം മോഹനേട്ടാ. എന്റെ ഈശ്വരാ, ഈ ക്ലർക്ക് പണിന്ന് എന്നാണോ ഒരു പ്രമോഷൻ കിട്ടുന്നത്? അതൊന്നും ഉടനെ ഉണ്ടാവില്ല. നമ്മളെ പോലുള്ളവർക്ക് മോഹനേഷ് സാറിന്റെ വഴക്കും ചീത്തയും കേൾക്കാനാ വിധി. ഒരു വിവരം അറിഞ്ഞ? എന്താ ശിശുപാലൻ ചേട്ടാ? മോഹനേഷ് സാർ വന്നില്ലല്ലോ. ഇല്ല, വന്നില്ല. ഒരു ഉഗ്രം വാർത്തയുണ്ട്. ഞാൻ പറഞ്ഞാലേ നിങ്ങൾ ഞെട്ടും. ശിശുപാലൻ ചേട്ടൻ കാര്യം പറയും. സംഭവം അറിഞ്ഞപ്പോഴേ എന്റെ കണ്ണു തള്ളിപ്പോയി. ഇനി എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആർക്കറിയാം? കാര്യം പറയും ശിശുപാലൻ ചേട്ടാ. എന്താ ഇവിടെ? രാവിലെ ജോലി ചെയ്യാതെ വട്ടം കൂടിയിരുന്ന് വർത്താനം പറയാനാണോ ഇവിടേക്ക് വരുന്നത്? അല്ല സാർ, ഒരു സന്തോഷ വർത്താനം കേട്ടപ്പോ അത് ഇവരോട് പറയുകയായിരുന്നു. എന്ത് സന്തോഷ വാർത്ത? സാർ അറിഞ്ഞ വാർത്ത തന്നെയാ, വക്കീലിന്റെ കാര്യം. ഇനിയിപ്പോ ഞാൻ പറയുന്നതിനേക്കാൾ നല്ല സാറ് പറയുന്നല്ലേ. വക്കീലിന്റെ കാര്യം? സാറിന്റെ വക്കീല് മജിസ്ട്രേറ്റ് പരീക്ഷ പാസ്സായ കാര്യം. നേരാണോ ശിശുപാലൻ ചേട്ടാ? ഇന്ന് രാവിലെ വെബ്സൈറ്റിൽ പേര് വന്നിട്ടുണ്ട്. മജിസ്ട്രേറ്റ് പരീക്ഷ പാസ്സായ 30 പേരില് ഒരാള് സാറിന്റെ വക്കീലാ. അല്ലേ സാറേ? ആര് പറഞ്ഞു? അഡ്വക്കേറ്റ് ശിവപ്രസാദ് സാറിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. പുള്ളിക്കാരനെ ടെസ്റ്റ് എഴുതിയിരുന്നല്ലോ, പക്ഷെ ജയിച്ചില്ല. ഇവിടുന്ന് പരീക്ഷ എഴുതിയതിൽ സത്യഭാമ വക്കീൽ മാത്രമേ പാസ്സായിരുന്ന സാറ് പറഞ്ഞു. എന്തായാലും സാറിന് കോളടിച്ചല്ലോ. ഇനിയിപ്പോ വക്കീൽ ആരാ പുള്ളി? നമുക്കൊക്കെ ഏതായാലും സന്തോഷിക്കാൻ ഒരു വകയായി. അതെ അതെ, ശരിക്കും സാറ് ചെലവേണ്ടതാ. പക്ഷെ അതൊക്കെ സാറിനോട് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ? താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായി. തീർത്തു സാർ. ഞാൻ താലൂക്ക് ഓഫീസിൽ പോയിട്ട് വരാം. തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞ ജോലിയൊക്കെ തീർത്തു വെച്ചേക്കണം. അല്ലാതെ വക്കീലിന്റെ മജിസ്ട്രേറ്റിന്റെ കാര്യം പറഞ്ഞ സമയം കളഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. ഇതെന്തൊരു സ്വഭാവോ ശിശുപാലൻ ചേട്ടാ? ഇത്രയും സന്തോഷമുള്ള വാർത്ത കേട്ടിട്ട് സാറിന് ഒരു സന്തോഷവും ഇല്ല. ഉള്ളിൽ സന്തോഷം ഉണ്ടാവും, പക്ഷേ പുറത്ത് കാണിക്കില്ല. കാണിച്ച നമുക്ക് ചെലവ് ചെയ്യണ്ടേ? അത് ശരിയാ, സന്തോഷം പ്രകടിപ്പിക്കാനൊന്നും സാറിന് അറിയില്ല. ഹലോ മോനേട്ടാ, ഞാനാ. എന്താ? അതെ, പരീക്ഷയുടെ റിസൾട്ട് വന്നു. ഞാൻ ജയിച്ചു. പുതിയ മജിസ്ട്രേറ്റുമാരുടെ ലിസ്റ്റ് ഞാനും ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാ മതിയോ? ഇന്നൊരു ദിവസം ലീവ് എടുത്ത് മോനിട്ടിറങ്ങി വാ, നമുക്ക് പുറത്തൊക്കെ പോവാ. ഇന്നത്തെ മുഴുവൻ ചെലവും എന്റെ വക. അങ്ങനെ തോന്നുമ്പോൾ ഇവിടെ ഞാൻ പെട്ടിക്ക് നടത്താല്ല. ഇവിടെ ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനാ. എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ഇന്നൊരു ദിവസത്തേക്കല്ലേ ഉള്ളു മോനേട്ടാ. ഞാനിപ്പോ ഇവിടെ ഇറങ്ങാ, പക്ഷെ വീട്ടിലേക്കല്ല, താലൂക്ക് ഓഫീസിലേക്കാ. എനിക്ക് 11 താമസക്കാർ കാണണം. എന്തൊക്കെ പറഞ്ഞാലും മോഹനേഷ് സാറിന്റെ വക്കീല് ഭാഗ്യം ചെയ്ത കക്ഷിയാ. ഇത്രയും ചെറിയ പ്രായത്തിലെ മജിസ്ട്രേറ്റ് ആവുമെന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അത് വാസ്തവാ. ഇനി സത്യഭാമ വക്കീലിന്റെ സമയോ. ഒരു മജിസ്ട്രേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആരാ? ഇതിനൊക്കെയാ യോഗ യോഗം എന്നൊക്കെ പറയുന്നത്. എന്റെ കാഞ്ഞൽ സാറേ,
അങ്ങനെ യോഗം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. വക്കീൽ ഉറക്കം ഒഴിച്ചിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയത് കൊണ്ടല്ലേ മജിസ്ട്രേറ്റ് ആയത്. 10,000 വക്കീലന്മാരാ പരീക്ഷ എഴുതിയത്. പക്ഷേ വക്കീൽ ഉൾപ്പെടെ ജയിച്ചതോ 30 പേരാ. മജിസ്ട്രേറ്റ് ആയിക്കഴിഞ്ഞുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാ നോക്കിക്കേ. സർക്കാർ വണ്ടി, ഡ്രൈവർ, അതുകൂടാഞ്ഞ് പോലീസ് കാവലും. വഴിയിൽ എവിടെ കണ്ടാലും DGP പോലും സല്യൂട്ട് അടിക്കും. ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവിടാൻ പോലും അധികാരമുണ്ട് മജിസ്ട്രേറ്റിന്. അത് ആലോചിക്കുമ്പോ മോഹനേഷ് സാറിന്റെ കാര്യോ കഷ്ടത്തിലാവുന്നേ. അധികാരത്തിൽ മജിസ്ട്രേറ്റ് ആര്, ഈ വില്ലേജ് ഓഫീസർ ആര്? വേണ്ടി വന്ന വില്ലേജ് ഓഫീസറെ പിടിച്ചു നിർത്തി മജിസ്ട്രേറ്റിന് വിരട്ടാൻ പോലും പറ്റും. ആ പഴയതുപോലെ ബാമേ ബാമേ എന്ന് വിളിച്ച് നടന്നാലേ മോഹനേഷ് സാറ് വിവരം അറിയും. പിന്നല്ലാതെ. പിന്നെ പുറത്ത് വെച്ച് ഭാര്യയെ മാഡം എന്ന് സാറ് വിളിക്കുന്ന ഒന്ന് സങ്കല്പിച്ച് നോക്കി. അത് മാത്രമല്ലല്ലോ കാഞ്ചന സാറേ, ഇത്രയും കാലം വില്ലേജ് ഓഫീസർ K. മോഹനേഷന്റെ ഭാര്യ എന്നാണല്ലോ വക്കീൽ അറിയപ്പെട്ടിരുന്നത്. ഇനിയോ നമ്മുടെ മജിസ്ട്രേറ്റ് സത്യഭാമയുടെ ഭർത്താവാ ദാ പോകുന്നതെന്ന്. അങ്ങേർക്ക് വില്ലേജ് ഓഫീസിലാ ജോലി എന്ന് ആൾക്കാർ പറയും. അല്ല സാർ, ഞങ്ങള് വെറുതെ ഓരോന്ന് പറഞ്ഞേ ഉള്ളൂ. വക്കീല് സാറ് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. അതെ.